നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. മേടം രാശിക്കാർക്ക് 2026 മെയ് മാസം എങ്ങനെയുള്ളതായിരിക്കുമെന്നും എന്തൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കുമെന്നും നമുക്ക് വിശദമായി നോക്കാം. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, ദാമ്പത്യ ജീവിതം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെല്ലാം എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒപ്പം ഗ്രഹങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചും വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ സൂര്യനും ബുധനും സ്ഥിതി ചെയ്യുന്നു. 2ാം ഭാവത്തിൽ ശുക്രൻ, 3ാം ഭാവത്തിൽ വ്യാഴം, 5ാം ഭാവത്തിൽ കേതു, 11ാം ഭാവത്തിൽ രാഹു, 12ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും സ്ഥിതി ചെയ്യുന്നു. 2026 മെയ് മാസം സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയ് 11-ാം തീയതി ചൊവ്വ മേടം രാശിയിലേക്ക് മാറുന്നു. മെയ് 14-ാം തീയതി ശുക്രൻ മിഥുനൻ രാശിയിലേക്ക് മാറുന്നു. മെയ് 15-ാം തീയതി സൂര്യനും ബുധനും ഇടവൻ രാശിയിലേക്ക് മാറുന്നു. നിങ്ങളുടെ ആരോഗ്യത്തെയും മനഃശക്തിയെയും തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിലെ 1ാം ഭാവമാണ്. മെയ് 10 വരെ നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷമനുസരിച്ച് 12ാം ഭാവം നഷ്ടങ്ങളെയും അലച്ചലിനെയും സൂചിപ്പിക്കുന്നു. അതിനാൽ മെയ് 10 വരെ നിങ്ങൾക്ക് അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവ അനുഭവപ്പെട്ടേക്കാം. മെയ് 11-ന് ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക്, അതായത് ജന്മരാശിയിലേക്ക് മാറുന്നു. ചൊവ്വ തന്റെ സ്വക്ഷേത്രമായ മേടം രാശിയിൽ വരുന്നതോടെ രുചകയോഗം എന്ന വളരെ അനുകൂലമായ ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലനായി മാറുന്ന സമയമാണിത്. മേടം രാശിക്കാർക്ക് 2026 മെയ് മാസം പഠനകാര്യങ്ങളിൽ വളരെ നിർണായകമായ ഒരു സമയമാണ്. ജ്യോതിഷമനുസരിച്ച് ഒരാളുടെ ബുദ്ധിശക്തി, വിദ്യ, ചിന്താശേഷി എന്നിവ തീരുമാനിക്കുന്നത് ജാതകത്തിലെ 5ാം ഭാവമാണ്. ഈ 5ാം ഭാവത്തിൽ ഇപ്പോൾ കേതുവാണ് നിൽക്കുന്നത്. കേതു അവിടെ നിൽക്കുന്നതുകൊണ്ട് പഠനത്തിൽ ഇടയ്ക്കിടെ ശ്രദ്ധ കുറവുണ്ടാകാനോ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നത് പോലെ തോന്നാനോ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കാൻ സഹായിക്കുന്ന വലിയൊരു ഘടകം നിങ്ങളുടെ ജാതകത്തിലുണ്ട്. 5ാം ഭാവത്തിന്റെ അധിപനായ സൂര്യൻ ഇപ്പോൾ നിങ്ങളുടെ ജന്മരാശിയിൽ, അതായത് തന്റെ ഉച്ചരാശിയിൽ വളരെ ശക്തനായി നിൽക്കുന്നു. സൂര്യൻ ഇത്രയും ശക്തനായി നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും നൽകും. കേതു ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളെ സൂര്യന്റെ ഈ കരുത്ത് ഇല്ലാതാക്കും. എല്ലാവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ സമയം ഏറ്റവും മികച്ചതാണ്. വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലെ മികച്ച സർവകലാശാലകളിലോ ഉപരിപഠനത്തിന് അഡ്മിഷൻ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പ്രബന്ധങ്ങൾ സമർപ്പിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് സൂര്യന്റെ സ്വാധീനം വലിയ ഊർജം നൽകും. മെയ് 15 വരെയാണ് സൂര്യൻ നിങ്ങളുടെ രാശിയിൽ ഇത്രയും ശക്തനായി നിൽക്കുന്നത്. അതിനുശേഷം സൂര്യൻ അടുത്ത രാശിയിലേക്ക് മാറുന്നതാണ്. അതിനാൽ പുതിയൊരു കോഴ്സിന് ചേരുന്നതിനോ പരീക്ഷകൾക്കായി അപേക്ഷകൾ നൽകുന്നതിനോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട കരിയറിലെ ഏതെങ്കിലും വലിയ മാറ്റങ്ങൾ തീരുമാനിക്കുന്നതിനോ മെയ് 15-ന് മുൻപുള്ള സമയം പ്രയോജനപ്പെടുത്തുക. ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരും. 5ാം ഭാവത്തിലെ കേതുവിന്റെ സാന്നിധ്യം പങ്കാളികൾക്കിടയിൽ അനാവശ്യമായ സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാക്കിയേക്കാം. കേതു വേർപിരിയലിന്റെ സ്വഭാവമുള്ള ഗ്രഹമായതിനാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങാനോ അകന്നു നിൽക്കാനോ സാധ്യതയുണ്ട്. എങ്കിലും സൂര്യന്റെ അനുകൂല സ്ഥിതിയുള്ളതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വലിയൊരു തകർച്ചയിലേക്ക് പോകില്ല. പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. മേടം രാശിക്കാർക്ക് 2026 മെയ് മാസത്തിന്റെ ആദ്യ പകുതി ദാമ്പത്യ കാര്യങ്ങളിൽ വളരെ സന്തോഷകരമായിരിക്കും. ജ്യോതിഷത്തിൽ വിവാഹ ജീവിതത്തെയും പ്രണയത്തെയും നിയന്ത്രിക്കുന്നത് ശുക്രനാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യഭാവത്തിന്റെ അധിപൻ കൂടിയായ ശുക്രൻ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തെയും സമ്പത്തിനെയും സൂചിപ്പിക്കുന്ന 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശുക്രന്റെ സ്വന്തം രാശിയായ ഇടവത്തിലെ ഈ സ്ഥിതി ശുക്രന് വലിയ കരുത്തു നൽകുന്നു. ഇതിന്റെ ഫലമായി ദമ്പതികൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും.
പങ്കാളിയോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ കാലയളവിൽ സാധിക്കും. ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളി നൽകുന്ന നിർദ്ദേശങ്ങൾ വെറും വാക്കുകളായി തള്ളരുത്. അവർ നൽകുന്ന ഉപദേശങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലായാലും കുടുംബപരമായ തീരുമാനങ്ങളിലായാലും നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്ന സമയമാണിത്. ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും നിക്ഷേപങ്ങൾ നടത്താനും ഈ സമയം അനുയോജ്യമാണ്. മെയ് 14 ശുക്രൻ അടുത്ത രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ദാമ്പത്യ സാഹചര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ ജോലിയിലോ മറ്റ് വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നേക്കാം. ഇതുമൂലം നിങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്ന അത്രയും സമയം പങ്കാളിയിൽ നിന്നും ലഭിക്കാതെ വരും. പങ്കാളിയുടെ മാനസികാവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടേക്കാം. ചിലപ്പോൾ അവർ അല്പം ഗൗരവത്തിലാകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കാനോ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ മാസത്തിന്റെ ആദ്യ പകുതി ദാമ്പത്യത്തിൽ സുവർണകാലമാണ്. 14 ശേഷം പങ്കാളിയെ കൂടുതൽ മനസ്സിലാക്കി പെരുമാറിയാൽ ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം. മേടം രാശിക്കാർക്ക് ഈ മാസം ഭാഗ്യം അനുകൂലമായുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ്. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ ഭാഗ്യസ്ഥാനത്തെ ദൃഷ്ടി ചെയ്യുന്നു എന്നത് വലിയൊരു പോസിറ്റീവ് ഘടകമാണ്. ദൈവാനുഗ്രഹവും മുതിർന്നവരുടെ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇതിനർത്ഥം. തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് പതുക്കെ നീങ്ങി തുടങ്ങും. ഭാഗ്യം കൂടെയുണ്ടെങ്കിലും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ തിടുക്കം കാണിക്കരുത്. വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താനോ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്താനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂൺ 2 വരെ ഒന്ന് കാത്തിരിക്കുന്നത് നന്നായിരിക്കും. ഗ്രഹനില കുറച്ചുകൂടി അനുകൂലമാകാൻ ആ സമയം വരെ ക്ഷമിക്കുന്നത് ഭാവിയിൽ കൂടുതൽ ലാഭം നൽകും. ജോലിയുടെ കാര്യത്തിൽ ഈ മാസം അല്പം ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതായിരിക്കും. ഇതിന് പ്രധാന കാരണം ശനി ഭഗവാൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നതാണ്. ജോലിയിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ തൃപ്തി തോന്നാതിരിക്കുക, ജോലി മാറണോ അതോ ഇവിടെ തന്നെ തുടരണോ എന്ന സംശയം മനസ്സിൽ വരിക എന്നിവ സ്വാഭാവികമാണ്. ഈ അസ്ഥിരത കാരണം പെട്ടെന്ന് ദേഷ്യം വരാനോ ജോലിയിൽ മടുപ്പ് തോന്നാനോ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യത്തിലോ സങ്കടത്തിലോ ജോലി രാജിവെക്കുന്നതിന് മുൻപ് 2 വട്ടം ചിന്തിക്കുക. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ മാറ്റങ്ങൾക്ക് മുതിരരുത്. ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നത് എല്ലാവർക്കും മോശമല്ല. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നവർക്കോ ഈ സമയം ഭാഗ്യകരമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനി അനുകൂലമാണെങ്കിൽ ഈ കാലയളവിൽ വിദേശയാത്രക്കുള്ള അവസരങ്ങളോ വിദേശത്ത് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളോ തെളിഞ്ഞു വരും. പുതിയ കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുമ്പോഴും ജോലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴും അനുഭവസ്ഥരോട് ഉപദേശം ചോദിക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായ ചിന്തകൾ മാറ്റിവെച്ച് ജൂൺ ആദ്യം വരെ ഒന്ന് ക്ഷമയോടെ കാത്തിരുന്നാൽ കരിയറിൽ കൂടുതൽ തെളിച്ചം ലഭിക്കും. മേടം രാശിക്കാർക്ക് മെയ് മാസത്തിൽ ബിസിനസ്സിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ 2 ആഴ്ചകൾ നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. വസ്ത്രങ്ങൾ വിൽക്കുന്നവർക്കും ഫാഷൻ ഡിസൈനിങ് രംഗത്തുള്ളവർക്കും നല്ല തിരക്കും ലാഭവും പ്രതീക്ഷിക്കാം. സ്വർണം, വെള്ളി അല്ലെങ്കിൽ മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവയുടെ വിപണനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച വരുമാനം ലഭിക്കും. ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ വിൽക്കുന്നവർക്കും ബ്യൂട്ടി പാർലർ നടത്തുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാഹനങ്ങൾ, ആഡംബര വീട്ടുപകരണങ്ങൾ എന്നിവയുടെ ബിസിനസ്സിൽ പുരോഗതിയുണ്ടാകും. എന്തുകൊണ്ടാണ് മെയ് 14 വരെ ഇത്ര പ്രാധാന്യം? ജ്യോതിഷമനുസരിച്ച് സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഗ്രഹമായ ശുക്രൻ മെയ് 14 വരെ വളരെ ശക്തമായ നിലയിലാണ് നിൽക്കുന്നത്. ഈ ഗ്രഹസ്വാധീനം ബിസിനസ്സിലേക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും പണം വന്നു ചേരാനും സഹായിക്കും. നിങ്ങൾ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാലയളവ് പരമാവധി പ്രയോജനപ്പെടുത്തുക. മെയ് 14 മുൻപായി പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിടുന്നതും പുതിയ പ്ലാനുകൾ തുടങ്ങുന്നതും വിജയ സാധ്യത വർദ്ധിപ്പിക്കും. ഈ മാസം ഗ്രഹനിലയിൽ ശനിയും ചൊവ്വയും 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ കുറക്കാനാണ് പ്രധാനമായും പരിഹാരങ്ങൾ ചെയ്യുന്നത്. ശനി ഇപ്പോൾ നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇത് മാറാനായി നീലാഞ്ജന സമാഭാസം എന്ന് തുടങ്ങുന്ന ശനി സ്തോത്രം
ദിവസവും 108 തവണ ജപിക്കുക. ശനിയാഴ്ചകളിൽ വൈകുന്നേരം എള്ളെണ്ണ ഒഴിച്ച വിളക്ക് കത്തിക്കുന്നതും നല്ലതാണ്. ഇത് നിങ്ങളുടെ ജോലിയിലെ തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും. നിങ്ങളുടെ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വയെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യവും കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാനുള്ള ഊർജവും ലഭിക്കൂ. ദിവസവും ചൊവ്വാസ്തോത്രം 108 തവണ ജപിക്കുന്നത് വഴി ചൊവ്വയുടെ അനുഗ്രഹം ലഭിക്കുകയും നിങ്ങളുടെ തീരുമാനങ്ങൾ വിജയത്തിലെത്തുകയും ചെയ്യും. മേടൻ രാശിക്കാരെ കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.